അങ്ങനെ മസ്താനിയും കരഞ്ഞിരിക്കുകയാണ്. മസ്താനി തന്നെ എന്തെങ്കിലും പറഞ്ഞതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെയോ കുറ്റബോധമാണോ, അതോ ഇനി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ ഓർത്താണോ, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും മസ്താനി ഫേസ് ചെയ്യുക എന്ന ചോദ്യമാണോ, അത് ഇനി പുറത്ത് വൻ നെഗറ്റീവ് ആകുമോ എന്നുള്ളൊരു ചിന്തയാണോ എന്നൊന്നും അറിയില്ല. മസ്താനി കിടന്ന് കരയുന്നുണ്ട്. അനുമോളുടെ കൂടെ ഗാർഡൻ ഏരിയ ഇരിക്കുമ്പോഴാണ് മസ്താനി കരയുന്നത്. എപ്പിസോഡിൻ്റെ അവസാനം ഇത് കാണിച്ചിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് വരുന്ന വൈൽഡ് കാർഡുകളിൽ എല്ലാവരും ഒരു 2 ദിവസം നല്ല രീതിയിൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ പോലും പലരെയും പോയി ചൊറിഞ്ഞും എങ്ങനെയെങ്കിലും കുറച്ച് കണ്ടൻറ് ഉണ്ടാക്കും. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ കാറ്റ് കുത്തിവിട്ട ബലൂൺ പോലെ ഇങ്ങനെ പറന്ന് നടക്കും. അവസാനം അവർ സേഫ് ഗെയിമറായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എവിക്റ്റായി പോകുന്നതാണ് പതിവായിട്ട് ബിഗ് ബോസിൽ കാണാറുള്ളത്. അതായത് എല്ലാ വൈൽഡ് കാർഡുകളുമല്ല, 5 പേര് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 2 പേരൊക്കെ അങ്ങനെ തന്നെയാണ്. മല പോലെ വന്നത് എലി പോലെ പോകുന്ന ടീംസാണ്. ഒരു 5 പേര് വന്ന ഒരു 2 വൈൽഡ് കാർഡുകൾ പൊതുവേ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. റെന ഫാത്തിമയായിട്ടുള്ള വിഷയത്തിൽ ഈ മസ്താനിക്ക് എന്തെങ്കിലും പുറത്ത് നെഗറ്റീവ് വരുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം മേ ബി മസ്താനി അനുമോളുടെ കൂടെ ഇരുന്ന് പൊട്ടിക്കരയാൻ കാരണം. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും മസ്താനി അവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആരെങ്കിലും ലൈവ് കണ്ടവരുണ്ടെങ്കിൽ എന്തിനാണ് മസ്താനി കരഞ്ഞതെന്നുള്ള കാരണം അനുവിൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.